Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ വേറൊരു വ്യത്യാസമായ നോൺ വെജിറ്റേറിയനാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കനാണ് ചെയ്യുന്നത്. നോൺ വെജിറ്റേറിയൻ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും നോൺ വെജ് അല്ലല്ല. നമ്മുടെ കിച്ചണിൽ എപ്പോഴും ചെയ്യുന്ന ചിക്കൻ, ഫിഷ് ഐറ്റംസ്, പിന്നെ നമ്മളിതിനകത്ത് മട്ടൺ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കനാ. പക്ഷേ ഇതിനകത്ത് തന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. അത് പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, ഇതൊരു ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇച്ചിരി ഉപ്പും എരിവും. എനിക്ക് ബേസിക്കലി എന്നാന്നോ, ഈ ഇറച്ചിയും മീനും ഒക്കെ ആന്നേൽ ഒരിച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ വേണം. ഒരു വ്യത്യാസപ്പെട്ട ഒരു ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് തവ ചിക്കൻ. തവ ചിക്കൻ എന്ന് പറയുമ്പോൾ തവ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ മേടിക്കാനോ ഇതിന് വേണ്ടിയിട്ടൊരു തവ, ഈ ഒരു കറി വെക്കാൻ തവ മേടിച്ച് ചെയ്യാമെന്നോ ഒന്നും ചിന്തിക്കേണ്ട. നമ്മുടെ വീട്ടിനകത്തുള്ള ചീനച്ചട്ടിക്കകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്തോളൂ. അതുകൊണ്ട് ഇത് ഏത് എന്താ പറയുക പാത്രത്തിലും ചെയ്യാൻ ഒക്കും. ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഈ ബൗളിനകത്ത് കണ്ടോ, ഇത് കുറച്ച് ഒരു നമ്മൾ പറയത്തില്ല, ഒരു പിടിയല്ല, ഒരു 1/4 പിടി മല്ലിയില. എന്നിട്ട് എരിവ് അനുസരിച്ച് വേണ്ടേ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേണ്ടേ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ചോളവും വരും. അത് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളിയാ. ഇതൊരു നമ്മുടെ സാധാ വെളുത്തുള്ളിയാ, ഒരു 10-20 എണ്ണം ഉണ്ടാവുമേ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പേസ്റ്റ് അരയ്ക്കണം, അതായത് ഒരു മസാല. ഇത് ഒരു സെക്ഷൻ. ഇനി നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി, ഇത് കുറച്ച് മല്ലിയിലയാ. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണേ, അതുകൊണ്ടാണ് ഇച്ചിരി മല്ലിയില കൂടുതൽ ഇടുന്നേ. പിന്നെ ഒരു വലിയ മുഴുത്ത സവാള, അത് ഒരെണ്ണം തീരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ ഇത് പോരാഞ്ഞിട്ട് ഒരു 10 വെളുത്തുള്ളി അങ്ങനെ. അപ്പോൾ വെളുത്തുള്ളി കൊണ്ട് ചുവക്കിയല്ലേന്ന് തോന്നും, ഇല്ല, ഇത് നമുക്ക് അങ്ങനെ ഇട്ട് വഴറ്റാനുള്ളതാ. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാ. ഇതാ ഞാൻ പറഞ്ഞേ, ഈ മസാല ഒരു വ്യത്യാസം ഉണ്ടെന്ന്. ഇതിന് അഗ്രി മസാല എന്നാ പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണം, മാൽവാനി മസാല വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ മഹാരാഷ്ട്രീയൻ ഡിഷാണിത്. പക്ഷേ എന്നാലും ഇത് രണ്ടും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കുക. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ വരാനായിട്ട് നമ്മൾ എന്നാ ചെയ്യണം, കസൂരി മേത്തി ഇടണം. അതല്ലാതെ തന്നെ ഞാൻ കസൂരി മേത്തി ഇതിനകത്ത് ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ പറയുന്ന രീതിക്ക് അങ്ങ് ചെയ്തേച്ചാൽ മതി. നെക്സ്റ്റ് വേണ്ടിയത് നമുക്ക് ഒരു തക്കാളി, അതായത് ഒരു വലിയ തക്കാളി തന്നെ എടുത്തു. അത് ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഇതെന്നാന്നറിയാവോ, കുടംപുളിയുടെ വെള്ളമാണ്. ഇത് ഒന്നെങ്കിൽ കുടംപുളിയുടെ വെള്ളം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീരെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിനീഗർ എടുക്കാം. പിന്നെ വേണ്ടിയത് എനിക്ക് കുറച്ച് നെയ്യാണ്. ഇവർക്ക് ബേസിക്കലി നെയ്യ് നമ്മൾ അതിനകത്തോട്ട് ഏതൊരു കറി വെച്ചേച്ചും ലാസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇവരൊക്കെ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ഒരു ഇച്ചിരി നെയ്യ് അങ്ങ് ഒഴിക്കും. പിന്നെ ടേസ്റ്റാണെന്നറിയാം. ഉള്ള കാര്യം പറയാം, നമ്മൾ സാധാ ഒരു ചിക്കൻ കറി വെച്ചു വച്ചേച്ച് വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ലാസ്റ്റ് ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് ഒഴിച്ച് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കസൂരി മേത്തി, ഇത് കുറച്ച് ഗരം മസാലയാ. ഇതെന്തിനാണെന്നറിയാവോ, കുറച്ചൊരു ഫ്ലേവർ നമുക്ക് വരാനായിട്ട്. ഇനി ഞാൻ മേടിച്ചേക്കുന്ന കുറച്ച് എന്താ പറയുക, ചിക്കൻ ബ്രസ്റ്റാ. എല്ലുള്ള കോഴി മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇച്ചിരി വേഗം കുക്കിംഗ് നടക്കും, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച എന്നാണെന്നറിയാവോ, ഇത് കുറച്ച് ഡയഗണലി കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തവായിൽ വെക്കുവാന്നേൽ നല്ലതായിട്ട് ചെയ്യാൻ നോക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് അനീസ് കിച്ചണിനകത്ത് തവ അന്വേഷിച്ച് ഒരു പരുവായി. അപ്പോൾ അവസാനം എനിക്ക് കിട്ടിയ തവ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചീനച്ചട്ടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേറ്റിങ്ങോ അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയോ ഒന്നും വരികയില്ല. അന്നേരം പിന്നെ എല്ലാം കുളമാവും. അതെല്ലാം ഭേദം ഇതല്ലേ. അപ്പം ഇനിയിപ്പോൾ കോഴി എല്ലുള്ള കോഴിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഞാനൊരു ആ ഒരു രീതി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. അപ്പം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കണം. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൻ്റെ അളവ് എത്ര, ഈ അളവ് ഞാൻ പറയാൻ കാര്യം, ഇതിനകത്ത് ഒരു 2 ബ്രസ്റ്റ് പീസിൻ്റെ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്പൈസൊക്കെ നമുക്ക് വേണ്ടിയതിൻ്റെ പോലെ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. ഇത് ബേസിക്കലി ഒരു സ്പൈസി ഫുഡാണ്.
ഇതൊരു ഗ്രീൻ പേസ്റ്റ് മസാല അല്ലെ. ഇനി ഇതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിവിടെ ഇരിക്കട്ടെ, ഫുള്ള് എടുക്കത്തില്ല. ഇതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇടാം. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, അതിൻ്റെ കൂടെ ഞാൻ ഈ ഗ്രീൻ മസാലയും കൂടെ ചേർക്കും. അത് ഒരുപാടല്ല, 1 ടീസ്പൂൺ. ടീസ്പൂണും അല്ല, ഇതൊരു ടേബിൾ സ്പൂൺ കണക്കാണ്. ബാക്കി അങ്ങനെ ഇരിക്കട്ടെ ഇതിനകത്ത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ഇത് നല്ലതായിട്ടൊന്ന് തിരുമ്മി വെക്കുക. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ തവയൊന്ന് കത്തിച്ച് വെച്ച്, തവയല്ല നമ്മുടെ വീട്ടിലെ ചീനച്ചട്ടി, ഫാനോ ഏതാന്ന് വെച്ചാൽ അത് കത്തിച്ച് വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ, ചിലര് കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്, മസ്റ്റർഡ് സീഡ്സ്, ചിലർക്ക് നല്ലെണ്ണ ഇഷ്ടമാണ്. ഇതൊക്കെ എന്താ പറയുക, നോർത്ത് മഹാരാഷ്ട്രീയൻ ഫുഡ്സിനും അല്ലെങ്കിൽ ബേസിക്കലി അങ്ങോട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലത്തെ ഉപയോഗിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ദാണ്ടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക. ഇനി ഈ സവാള ഒന്ന് നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ എന്ന് പറഞ്ഞാല് നമ്മള് ബിരിയാണിക്കൊക്കെ വറക്കുന്നില്ലേ, അത്രോ എത്തിയില്ലേലും നമ്മളൊന്ന് വഴറ്റുമ്പത്തേന് ഒരു ചെറിയ ബ്രൗൺ ആവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ബ്രൗൺ ആവണേ. നമ്മുടെ ഉള്ളി ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി മൂത്തിട്ടില്ല, എന്നാ മൂക്കാൻ തുടങ്ങാൻ പോവാന്നേ. ഈ സമയത്ത് ആദ്യം ഞാൻ നമ്മുടെ ഈ പച്ച പേസ്റ്റ് ഒന്ന് ചേർക്കാൻ പോവാ. തീ നല്ലതായിട്ടൊന്ന് കുറച്ചോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന പേസ്റ്റിന്റെ ഈ പച്ച ചൊവ ഒന്ന് പോണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന 10 വെളുത്തുള്ളിയില്ലേ, അതും കൂടെ ചുമ്മാ അങ്ങ് ഇടുക. തരയ്ക്കോ പിടിക്കോ അങ്ങനെയൊന്നും വേണ്ട. ഈ പച്ച പേസ്റ്റിന്റെ ചൊവയൊന്ന് മാറിക്കഴിഞ്ഞാല് അടുത്തത് ചേർക്കാം. ഇതേണ്ട കണ്ടോ, ഇതിങ്ങനെ ബ്രൗൺ ആയി ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാല് ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോട്ടെ. ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും എൻ്റെ ഒരു ഇച്ചിരി ആ മസാലയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത ഒരു സമാധാനം വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നാലും. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചേച്ച് നമ്മളൊരു മുളക് പൊടി ചേർക്കണം. അതായത് ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ അല്ല, ഇത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ അഗ്രി മസാല അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടുള്ളൂ. ഇനി ഈ മസാലയുടെ പച്ചച്ചൊവ ഒന്ന് മാറണം. അപ്പൊ ഏറ്റവും നല്ലത് എന്നാന്നറിയാവോ, ഇതിനകത്ത് അധികം ഈ പാനിൽ പിടിക്കുന്നില്ല, അടി പിടിക്കുന്നില്ല, പക്ഷെ എന്നാലും അതിനൊരു എന്താ പറയുക, ഒരുപാട് മൂത്ത് പോകാനും പാടില്ല, കരിച്ചോ വരാനും പാടില്ല. അപ്പൊ ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് എടുക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ വെള്ളം നമ്മുടെ സൈഡിൽ എപ്പോഴും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം സൈഡിൽ വെച്ചേച്ച് നമ്മൾ ഈ അരപ്പ് ചെയ്യുന്നതാ ഏറ്റവും നല്ലത്. അരപ്പൊക്കെ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി, ഇനി ഇതിന്റെ പരുവ് എങ്ങനെയാണെന്നറിയാമോ, ഞാൻ ഏറ്റവും കുഞ്ഞായിട്ട് തക്കാളിയും എന്താ പറയാ ഉള്ളിയൊക്കെ അരിഞ്ഞ എന്നാന്നറിയാമോ പെട്ടെന്ന് മൂത്ത് കിട്ടാനും ഈ തക്കാളി ഒന്ന് നല്ലോണം ഉടയണം, എന്നാലേ ആ മസാല കറക്റ്റ് ആവുള്ളൂ. ഇനിയിപ്പോ ഒരു ഇച്ചിരി വഴന്നു കഴിഞ്ഞേച്ച് വലുതായിട്ട് അരിയുവാണെങ്കിൽ പാടാ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ അഥവാ നമ്മൾ അരിഞ്ഞു പോയെന്ന് വെച്ചോ, ഇനി ഈ പൊട്ടറ്റോ മാഷർ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അന്നെങ്കിൽ അത്, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റീൽ ഗ്ലാസ്, അല്ലെങ്കിൽ ഒരു തടിത്തവി, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആന്നേല് ഇത് വെച്ചേച്ച് ഒന്ന് ഉടച്ചു വിട്ടേച്ചാലും മതി. സംഭവം എന്നാന്ന് വെച്ചാൽ തക്കാളി അങ്ങനെ കാണരുത്, അത്രേ ഉള്ളൂ.
ഈ ഉടച്ചു വിടുന്ന സമയത്ത് എപ്പോഴും ആലോചിച്ചോണം നമ്മൾ ചേർത്തേക്കുന്ന വെളുത്തുള്ളിയൊന്നും അതിൻ്റെ കൂടെ അങ്ങ് ചേരരുത്. ആ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ കിടക്കണം, എന്നാലേ ആ മസാലയുടെ കൂടെ ആ വെളുത്തുള്ളി ഒന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. വേണ്ട ഇതിലാന്നേലും വേണ്ട കണ്ടോ, ഒരു ഇച്ചിരി ആയിട്ട് അടി പിടിക്കുന്നുണ്ടേ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് വേണം ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഓക്കെ, ഇനി ഒരു തീ ഒന്ന് ഇച്ചിരി കുറയ്ക്കുക. അതായത് ഈ മസാല നല്ലതായിട്ട് ഒന്നായി എന്നറിയുന്ന എങ്ങനെയാണെന്നറിയോ, ദണ്ട് ഈ സൈഡിൽ കണ്ടോ ഈ എണ്ണ അങ്ങ് തെളിയും, അതാ അതിന്റെ പരുവം. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ പിടിക്കേണ്ട. ഏറ്റവും കുഞ്ഞായിട്ട് നമ്മൾ തക്കാളി അരിയുന്ന അത്രയും നല്ലത്. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് കിടന്ന് അതിനെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട, അതിന്റെ കൂട്ടത്തിൽ അങ്ങ് അലിഞ്ഞായിക്കോളുകയും ചെയ്യും. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചേർത്ത് വെച്ച കൊടംപുളിയുടെ വെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര്, അല്ലെന്നുണ്ടെങ്കിൽ വിനീഗർ, ഇത് 1 സ്പൂൺ ചേർക്കുക. പുളിയുടെ ഇതനുസരിച്ച് ഇതിപ്പോ 1 ടേബിൾ സ്പൂണാ, ഞാനൊരു ഇച്ചിരി കൂടെ ചേർക്കട്ടെ. തക്കാളി ചേർത്തിട്ടുണ്ട്. ആ പുളിയും അതിനകത്തോട്ട് ഇതേണ്ട എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് അതിന്റെ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയന്റ് അതിനോടൊത്ത് ചേർന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ചേർക്കാൻ പോകുന്നത് നമ്മൾ ഈ തിരുമ്മി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ അതിനകത്ത് ചേർക്കുന്നത്. തീ ഒന്ന് കുറയ്ക്കുക. അതാ പാത്രം അവിടെ വെച്ചാണെന്നറിയാം, എങ്ങാനും ഒരു ഇച്ചിരി അതിന്റെ അരപ്പ് വേണമെന്നുണ്ടല്ലോ. ചിക്കനേൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കാം. പക്ഷെ എല്ലാവരും ഇതിന് ബേസിക്കലി ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ നെയ്യ് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ വിചാരിച്ചു ആ ചിക്കനേലും കൂടെ ഒരു ഇച്ചിരി പിടിച്ചാൽ എന്നാ കുഴപ്പം, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ നെയ്യും കൂടെ ഞാൻ ചേർക്കും. അത് ഇവിടെ ഇരുന്നോട്ടെ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേണം. തീ ഒന്ന് വെച്ചിട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ച് ആ നെയ്യും കൂടെ ചിക്കനേലൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കണം. ആ നെയ്യ് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണ വ്യത്യാസമേ, എന്നാ മണം എന്നറിയോ. ഇതാ ഞാൻ പറയുന്നത്. ഇനി ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ മസാല, അഗ്രി മസാല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ എടുക്കണമെന്ന്, മറ്റേ നമ്മുടെ സാധാ വീട്ടിലുള്ള പൊടികളെല്ലാം ചേർക്കുക. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ജീരകം കുറച്ച് വറുത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി. പക്ഷെ എന്നാലും ആ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന തവ ചിക്കൻ ഒരു മഹാരാഷ്ട്ര എന്നൊക്കെ പറയുന്നുണ്ട്, എക്സ്ട്രാ പോയിന്റ് വേണ്ടേ. അന്ന് പറയുന്ന പോലെയാ ഈ അഗ്രി മസാല കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാൽവാനി മസാല കിട്ടുവാണെങ്കിൽ അത് ചേർത്തേച്ചാലും മതി. പക്ഷേ ഇത്രയും സ്പെഷ്യലായിട്ട് നമ്മൾ ആനീസ് കിച്ചണിൽ ഉണ്ടാക്കുന്ന എന്നാന്നറിയോ, സ്മിനു ചേച്ചി വരുന്നുണ്ട്. എന്താ ആർക്കും അറിയത്തില്ലേ? എല്ലാവർക്കും സ്മിനു ചേച്ചീനെ എല്ലാവർക്കും അറിയത്തില്ലേ? ആർക്കറിയാമല്ലാത്തെ ഈ പറഞ്ഞ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ സ്മിനു ചേച്ചീനെ ഞാനും പേഴ്സണലി കണ്ടിട്ടില്ല. പക്ഷെ ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലെയും ഒരു ചേച്ചിയാ. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഇടപെട്ട്, എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ്, എല്ലാത്തിനും ഇടപെട്ട് എല്ലാത്തിനും ഒരു ഫൈനൽ സൊല്യൂഷൻ എത്തിച്ചു തരിക നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയല്ലേ ചേച്ചി. ഇനി വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാൽ എൻ്റെ ചിക്കൻ കരിഞ്ഞു പോകും. അപ്പം അതിലും ഭേദം ഞാൻ ഈ മസാല നല്ലോണം ആ ചിക്കനേലൊന്ന് പിടിപ്പിച്ച് വെച്ച്, ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തി. അതിൻ്റെ ഒരു ഇപ്പൊ അഗ്രി മസാല കിട്ടുവാണെങ്കിൽ നമ്മൾ കസൂരി മേത്തി ഒരുപാട് ചേർക്കണ്ട. ഇനി നമ്മൾ ഇതിനകത്ത് ഈ അഗ്രി മസാലയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ സ്പൈസസ് പൗഡർ, അതായത് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ചിക്കനേൽ ഒരു ഇച്ചിരി മസാല പിടിക്കണ്ടേ, അതിന് ഒരുപാട് ഇടുകയല്ല, കാര്യം ആ മസാലയിലുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇതിന്റെ കൂട്ടത്തില് എനിക്ക് കുറച്ച് മല്ലിയിലയും കൂടെ പകുതി ഇടുക. അരച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല, ഇച്ചിരി കൂടി ഇടും. ഇത് ശരിക്കും ഒരു കറിയല്ല, ഒരു പെരട്ട് പോലെ ഇല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഡ്രൈ ആണ് ഈ സാധനം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി, പെരട്ടിയെടുത്താൽ മതി. ഇനി ചിക്കൻ വേവണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ആ മസാല ചിക്കനകത്തും കൂടെ ഒന്ന് പിടിക്കണ്ടായോ, അത്രയും. ഉപ്പൊക്കെ എരിവൊക്കെ നമ്മുടെ അനുസരിച്ച് ചേർത്തോണം. അഥവാ ഇച്ചിരി ഉപ്പോ എരിവോ, ഉപ്പ് ചേർക്കാം, എരിവ് ഇച്ചിരി കുറവാന്ന് തോന്നുവാണെങ്കിൽ ആ മസാല
കുറച്ചൊന്ന് മൂപ്പിച്ചേ ഇടാവുള്ളൂ. കാര്യം അറിയാമല്ലോ, നമ്മൾ ഓരോ പ്രാവശ്യം ചേർത്തപ്പത്തേനും നമ്മൾ ഓരോ പ്രാവശ്യവും ചേർക്കുക, മൂപ്പിക്കുക, എണ്ണ തെളിയിച്ച് അങ്ങനെ സ്ലോലിയാ ചെയ്തേ. അതുകൊണ്ട് പച്ചയായിട്ട് എടുത്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പം അതിൻ്റെ ഒരു പച്ചക്കുത്തൽ വരും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് എന്നാ ചെറിയ അത് മൂപ്പിച്ചേച്ചിട്ടോ. അപ്പൊ ഇനി ഇതിനെല്ലാ ഫ്ലേവറും ഇതിനകത്തോട്ടൊന്ന് പിടിക്കാനായിട്ട് ചിക്കൻ ഒന്ന് വേവണം അല്ലേ. വെന്ത് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. ഇതിനകത്ത് എന്നാ കൂട്ടിയാ കൊടുക്കണ്ടെന്നറിയാവോ? നമ്മൾ സ്ഥിരം ചപ്പാത്തി, അപ്പം ഇങ്ങനത്തെ ഒക്കെ അല്ലേ സാധാരണഗതിയിൽ. ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ പറയാം, പാവില്ലേ, പാവ് ബജിയുടെ പാവ്, അതിനകത്ത് ആ ബണ്ണിനകത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ആ ബണ്ണ് എന്താ ചെയ്യണം, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല നമ്മളൊരു തന്തൂർ പോലെയൊക്കെ ഒന്ന് ചുട്ടെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ സാലഡും ഇതും ആ പാവ് ബണ്ണും കൂടെ കഴിക്കുവാണെങ്കിൽ എൻ്റെ എന്തോരോ ടേസ്റ്റാണെന്നറിയാവോ. നമസ്തേ ചേച്ചി. ഞാനും ചേച്ചിയും തമ്മിൽ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? അതെ. അപ്പൊ ഞാൻ എന്നാന്ന് വെച്ചാൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുമായിരുന്നു, ചേച്ചിയോട് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പ്രതീതിയെ എനിക്കില്ല. അത് ചേച്ചിയുടെ ഒത്തിരി റീലും എനിക്കൊന്ന് സിനിമയിൽ ചെയ്ത ക്യാരക്ടേഴ്സും ഒക്കെ വെച്ചിട്ടായിരിക്കും. പ്രത്യേകിച്ച് എന്താ കെട്ടിയോളാണ് എന്റെ മാലാഖ, അതിനകത്തെ ആ ഒരു ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു ചേച്ചിയുണ്ട്. ഞാനും അങ്ങനത്തെ ഒരു ചേച്ചിയാ. വീട്ടിൽ അങ്ങനെയാണോ ചേച്ചി? ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറഞ്ഞു വെച്ചാൽ പിടിച്ചാലും കൊള്ളാം, പിടിച്ചാലും പരിപ്പിരുവ. അത് മാത്രമേ എല്ലാരും പരിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. ആണോ ചേച്ചി? വീട്ടിലെ മൂത്തതാണ്, കുടുംബത്തെ മൂത്തതാണ്. അപ്പൊ പിന്നെ ബാക്കി എല്ലാരും അനുസരിച്ചേ പറ്റത്തുള്ളൂ അല്ലേ? പറയാറേ ഉള്ളൂ, കേൾക്കാറ് ചുരുക്കോ. പേരിനേ ഉള്ളൂ. എല്ലാം അനുസരിക്കും. എന്നെ കെട്ടിച്ച വീട്ടിലും ഞാനാണ് മൂത്തത്. ഏട്ടത്തിയമ്മ. അപ്പൊ ചേച്ചി ബേസിക്കലി ചേച്ചിയുടെ ക്യാരക്ടർ ഇപ്പം ഉള്ളതുപോലെ പറഞ്ഞു അങ്ങനെ പോകുന്നല്ലേ? ചേച്ചിക്ക് ബേസിക്കലി ഇഷ്ടം എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് തുറന്ന് സംസാരിച്ച് പൊട്ടിച്ചിരിക്കാതൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇഷ്ടം? അതോ ചേച്ചി ആയോണ്ട് ഞാൻ മെച്ചോർഡാണ്? എന്റെ വീട്ടിലെ എന്റെ മക്കള്, അതായത് ഞങ്ങളുടെ ഫാമിലിയിലെ മക്കൾ ഉൾപ്പെടെ മൂത്താണല്ലോ എന്നോടാണ് കാര്യങ്ങളും കുഞ്ഞു കളിക്കുന്ന ഉൾപ്പെടെ. അപ്പൊ ആക്ച്വലി ചേച്ചിയാണോ അനിയത്തിയാണോ? എല്ലാം കൂടെ മിക്സിംഗ് ആണ്. അവരുമായിട്ട് കളിച്ചു മറിഞ്ഞ് നടക്കാൻ ഞാനുണ്ടെങ്കിൽ അവർക്കും ഒരു ഓളമുള്ളൂ. ചേച്ചി ഈ ഒരു സമയത്ത് ചേച്ചി ഒരു ഭയങ്കര സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അല്ലെ? തുടക്കം ഒരു അത്ലറ്റ് ആവാനുള്ള ഒരു ആഗ്രഹം, അത് ചേച്ചിയുടെ ആഗ്രഹമായിരുന്നോ അപ്പായുടെ ആഗ്രഹമായിരുന്നോ അതോ ഫാമിലി പഠിച്ചല്ലേ? അപ്പൊ അതൊരു ഫാമിലിയുടെ ഒരു ആഗ്രഹമായിരുന്നോ? എന്നതായിരുന്നു ചേച്ചി? ചേച്ചി ആ അത്ലറ്റിനോടായിരുന്നു, പക്ഷെ വന്നത് പിന്നെ ഒരു ആക്ട്രസ് ആയിട്ടാണ്. ഇതൊക്കെ ഒരു ജേർണി ഇല്ലേ ചേച്ചിയുടെ ലൈഫിൽ? അത് സ്കൂളിൽ നിന്നേ കയറിയതാണോ എങ്ങനെയാ? അതായത് എന്റെ സ്കൂളിലെ ഫസ്റ്റ് LKG UKG 1, 2, 3 മുന്നോട്ട് പോകും തോറും മാർക്ക് കണ്ടപ്പോ മനസ്സിലായി നല്ലതായിട്ട് പഠിക്കുമെന്ന്. അപ്പൊ പിന്നെ അടുത്ത വഴി നോക്കണമല്ലോ. എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ, ജനിച്ചതുകൊണ്ട് ജീവിച്ചല്ലേ പറ്റൂ. അപ്പം ഡാൻസ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, സ്റ്റേജുകൾ ആദ്യം എന്നെ ചെറുപ്പത്തിലെ ഒരു മണവാട്ടിയായിട്ട് കന്യാസ്ത്രീയായിട്ടൊക്കെ ഫാൻസി ഡ്രസ്സിനൊക്കെ കിട്ടും. ഞാൻ കയറിയിട്ട് എനിക്ക് പേടിയാണ്, സ്റ്റേജ് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഏറ്റവും ലാസ്റ്റ് ശ്രമിച്ചു നോക്കിയതാണ് സ്പോർട്സ്. പക്ഷെ അതിൽ സക്സസ് ആയിരുന്നു. അങ്ങനെ നാഷണലൊക്കെ പോകാൻ പറ്റി. ഹാൻഡ് ആയിരുന്നു, ജാവലിൻ ത്രോ. ഇറങ്ങിയ കാര്യങ്ങളൊന്നും ഫ്ലോപ്പ് ആക്കിയിട്ടില്ല. എന്തേലും ഒക്കെ ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, ഹാൻഡ് ബോൾ, നമ്മുടെ ഫുട്ബോളിന്റെ വേറൊരു ഇതാണ്, കൈ കൊണ്ടുള്ള ഇതാണ് ഹാൻഡ് ബോള്. അപ്പം അങ്ങനെ കുഴപ്പമില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. എന്റെ പപ്പ ഇപ്പോഴും പറയായിരുന്നു, പപ്പ ഉള്ള കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ സർട്ടിഫിക്കറ്റ് കുറേ ഉണ്ട്, അത് വെച്ചാൽ ഒരു കഞ്ഞി അനത്താനുള്ളത് മാത്രം ആ ചൂട് മതിയെന്ന് പറയും. അതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ സ്പോർട്സിലൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് പോയല്ലോ, വിൻ ചെയ്ത് ചേച്ചി പോയി. അപ്പം ഈ സ്പോർട്സിൽ കൂടെ ജോലി വിരാജയില് അഡ്മിഷൻ കിട്ടിയതായിരുന്നു. പിന്നെ നമുക്ക് ആ ഒരു ഇതില് റെയിൽവേയുടെ ഇതിന്റെ ഒക്കെ കിട്ടും. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ അപ്പായിക്ക് ഇഷ്ടമല്ലായിരുന്നു, ദൂരോട്ടൊക്കെ പോയി. ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. പപ്പയ്ക്ക് മക്കളെല്ലാരും അടുത്ത് വേണം, അങ്ങനെ ദൂരം. പപ്പ അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞതിന് എന്റെ അനിയത്തി എന്നോട് കുസ്തി ഉണ്ടാക്കിയത്. അങ്ങനത്തെ കുസ്തി അല്ല, പപ്പായ്ക്ക് എന്നോട് മാത്രം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹം. അത് ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടെ പറയുന്നത് സത്യമാണ്. അതെന്റെ മമ്മിയും കൂടെ ഇന്റർവ്യൂ പറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര സിബ്ലിങ്സാ? 3 പെണ്ണും 1 ആണും. അപ്പൊ ചേച്ചി ഈ പറഞ്ഞ പോലെ അപ്പ ആദ്യമായിട്ട് കണ്ട കൊച്ചല്ലേ? ഞാനത് പറയും,
പിന്നെയല്ലേ നിന്നെയൊക്കെ കണ്ടുള്ളൂ എന്നുള്ള ഡയലോഗും കൂടെ പറയും അതും അല്ലേ? പറയും. ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും പറയും പപ്പ ഉള്ള കാലത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇത് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ എൻ്റെ എല്ലാം. പിന്നെ പപ്പ ഇപ്പം 18 വർഷമായി പപ്പ മരിച്ചിട്ടെ. എനിക്കൊന്ന് ചേച്ചി അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അല്ലെ? അത് ശരിക്കും ഭയങ്കര blessing. ചേച്ചിയായിട്ട് ഒരു അറ്റാച്ച്മെന്റ്, അത് കഴിഞ്ഞ് പപ്പ എല്ലാത്തിനും ചേച്ചിയുടെ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുക, ബാക്കിയുള്ളവരെ കിട്ടിയില്ല അല്ല മനപ്പൂർവ്വം ആ സമയത്ത് പപ്പ ഉണ്ടായിരുന്നു. അതുള്ള ശരിക്കും ദൈവം തമ്പുരാന്റെ ഒരു അത് പറയും. ഇപ്പം വീട്ടിലെ സെറ്റി ഉണ്ടായാലും എന്റെ പപ്പ വാങ്ങി തന്നെ, അലമാര ഉണ്ടായാലേ, അതായത് അങ്ങനെ ഓരോന്നും പപ്പ അറ്റാച്ച്ഡ് ആണ്. ഞാൻ എന്റെ പപ്പ മരിച്ചു കഴിഞ്ഞാൽ പപ്പയുടെ ഇതിലേക്ക് പോകാറ്. ആകെ എൻ്റെ ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ പപ്പ അന്ന് ഉപയോഗിച്ച ചെരുപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് പാരഗണ്ട് അത് പുതിയൊരു ഇതായിരുന്നു എൻ്റെ ഇതിൽ. ഇത് പിന്നെ പപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓടിച്ചെന്ന് കരയുമ്പോഴേ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നായിരുന്നു. എൻ്റെ ഷോള് കംപ്ലീറ്റ് ബ്ലഡ് ഇങ്ങനെ ആയിരുന്നു. ആ ഷോൾ ഞാൻ കഴുകുക പോലും ചെയ്യാതെ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പപ്പയുടെ. പിന്നെ നമ്മൾ ഈ കസിൻസ് ഒക്കെ വരാൻ വേണ്ടി മോർച്ചകളൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഈർപ്പം വരുമ്പം തുടയ്ക്കാനുള്ള തുണിയിലായിരുന്നു. ആ തുണിയെ പിന്നെ പപ്പയുടെ പൊട്ടിയറ അവിടെ വാച്ച്. ചേച്ചിക്ക് ഇന്ന പോലെ ഇന്ന ഗവൺമെന്റിൽ ഒരു ജോലി വേണം അങ്ങനെയൊന്നും പപ്പ ആഗ്രഹിച്ചിട്ടില്ല. ഇന്നത്തെ ഒരു ഡ്രീമിലേക്ക് പെൺകുട്ടികൾ എത്തുന്നതും നമ്മള് ആ ഒരു കാലഘട്ടം കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ സ്പോർട്സിൽ ഞാൻ പഠിച്ചത് കന്യാസ്ത്രീ മഠത്തിലാണ്. സ്പോർട്സിൽ കൂടുതൽ ആൾക്കാർ പെൺകുട്ടികൾ ഇറങ്ങുമ്പോൾ തന്നെ നെഗറ്റീവ് പഠിപ്പിക്കുന്ന ആൾക്കാരും കാര്യങ്ങളും. അല്ല അന്നത്തെ കാലഘട്ടം എത്രയോ വർഷം മുമ്പേ പെൺകൊച്ചുങ്ങൾ ഇറങ്ങുമ്പോഴേ അതിന്റെ തന്നെ എത്രയോ നമ്മള് മുഴുവൻ മാർക്ക് ഒരു ചോദ്യം ഫുള്ള് എഴുതിയാൽ പോലും എഴുതിയോ മാർക്ക് തരില്ല. അവള് കോപ്പി അടിച്ചതാ. അത് ഞാൻ പഠിച്ചതാന്ന് അറിയില്ല. അവരുടെ വിചാരം അവര് പഠിക്കില്ല, അവര് കോപ്പി അടിച്ചതാന്ന്. ചേച്ചി സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഈ നെഗറ്റീവ് തിങ്സ് ഒത്തിരി ബോറല്ലേ? ഉറപ്പായിട്ടും നമ്മളെ നമ്മുടെ ഫ്രീഡത്തിന് വിട്ടൂടെ? സത്യവാ അല്ലെ? ഇപ്പൊ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും സോഷ്യൽ മീഡിയസിലൊക്കെ വരുമ്പോഴും നമ്മൾ അതിനെ ആ ഒരു സെൻസിൽ എടുത്താ പോരെ? അത് ഞാനും ധ്യാനൂട്ടനോടുള്ള ഒരു ഇന്റർവ്യൂലേ ധ്യാനൂട്ടൻ പറഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഒപ്പം എത്താൻ പറ്റാത്തതിനുള്ള അവരുടെ ആ ഒരു ഇതാണ് അവര്. ഒന്നെങ്കിൽ നമ്മളെ വിമർശിക്കുന്നവർ എന്തേലുമൊക്കെ ആയിരിക്കണം, അതല്ല. അപ്പൊ അങ്ങനെ വിട്ടേക്കാം. അന്ന് തൊട്ട് നമ്മൾ അങ്ങനെ വിടുക. ചേച്ചി അതിനെ ഒരു ഈസി ഗോ ആയിട്ട് എടുത്തല്ലേ? ചേച്ചി ധ്യാനം തമ്മിൽ ഇത്ര ക്ലോസ് ആയത് എങ്ങനെ? ഇപ്പൊ ചേച്ചി വർത്താനത്തിൽ തന്നെ ധ്യാനൂട്ടൻ എന്നാ വിളിച്ചത്. അതൊരു ശരിക്കും ഒരു ഓമനത്വം ഉള്ള ഒരു പേരാ. അത് നമ്മുടെ ഒരു സ്വന്തം കൂടപ്പുറപ്പിനോടുള്ള അനിയനോടുള്ള ഒരു കൂടുമ്പോ ഉണ്ടാവുന്ന ഒരു നമ്മൾ പേരെടുത്തില്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഫസ്റ്റ് എന്റെ അങ്കിള് അവന്റെ ഫ്രണ്ടാണ് ശ്രീനിയേട്ടൻ. ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയപ്പോ അങ്ങനെ ഫാമിലിയായിട്ട് കമ്പനി ആയതാണ്. എല്ലാവരുമായിട്ട് വിനീതിനായിട്ട് മാത്രമേ ഉള്ളൂ അത്ര അറ്റാച്ച്. പക്ഷെ അന്ന് തിരയുടെ ആ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് കാണാൻ തുടങ്ങിയത് ഇവരെല്ലാം. ശ്രീനിയേട്ടൻ കാരണമാണ് ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ നമ്മൾ തമ്മിൽ പോലും സംസാരിക്കും. അല്ലെ ഞാൻ നിങ്ങളൊക്കെ ദൂരേക്ക് നോക്കി നിന്ന് ആസ്വദിക്കേണ്ട ഒരു വ്യക്തിയാണ് ശ്രീനിയേട്ടനാണ്. ആദ്യം ഞാൻ സ്കൂൾ ബസ്സിൽ ചെറിയ അതെന്റെ ഒരു കൂട്ടുകാരി ഫസ്റ്റ് ചോദിച്ച എങ്ങനെയാന്ന് പറയാ, അഭിനയിക്കുന്നുണ്ടോ ചേച്ചി ചോദിക്കാണോ? ചേച്ചിയോട് ആരെങ്കിലും? ഞാൻ ചോദിച്ചിട്ടും ഇല്ല, ചേച്ചിയോട് ആരും പറഞ്ഞില്ല. ഇല്ല. എന്റെ ഇതുപോലെ പരിചയപ്പെട്ട ഷാന്റി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി, അവൾക്ക് വന്നൊരു ഓഫറാണ് സ്കൂൾ ബസ്സിൽ. അവൾ എന്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു, ഓക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സൈറാബാനു ഇതൊക്കെ ചെയ്ത് ഡയറക്ടർ ആന്റണി സോണി ആയിരുന്നു അന്ന് സ്കൂൾ ബസ്സിന്റെ അസോസിയേറ്റ്. അവന് സോണി എന്നെ വിളിച്ചു ചേച്ചി. അപ്പൊ ഞാനില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എന്നെ ഒരു ഡേ മൊത്തം ക്ലാസ് എടുക്കുമായിരുന്നു. ചേച്ചി ഒന്നും പഠിക്കാനില്ല അങ്ങനെ. ശ്രീനേട്ടനാണ് എനിക്ക് പോണോന്ന്. ചേച്ചിയുടെ ഈ ഫോട്ടോ എടുത്തിടുന്ന ചേച്ചിയുടെ ഫ്രണ്ട് ഇല്ലേ, പുള്ളിക്കാരത്തി ചേച്ചിയുടെ സമ്മതം ചോദിച്ചോ എങ്ങനെ ഇടട്ടില്ല? അതോ പുള്ളിക്കാരത്തേക്ക് വന്ന ഓഫർ ചേച്ചിയുടെ പേരിലിട്ടതാണ്? അത് കഴിഞ്ഞ് വിളിച്ചപ്പം ഞാനും കേട്ടപ്പോ നമുക്ക് ഒരു ഇങ്ങനെ പറഞ്ഞു, ഇത് വെച്ച് ജീവിതകാലം മൊത്തം ഒരു പൊങ്ങച്ചം പറയും. എന്നെ സിനിമയിൽ വിളിച്ചല്ലോ എന്ന് പൊങ്ങച്ചം പറഞ്ഞോണ്ട് നടക്കാമെന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. പക്ഷെ ഹസ്ബൻഡിനോട് ചോദിച്ചു, അച്ഛൻ ഇങ്ങോട്ട് ഒന്ന് വന്നു, അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. പിന്നെ എന്റെ മദറിനോട് അനിത്യയുണ്ട് കുഞ്ഞാന്റിയോട് ചോദിച്ചപ്പം പോയി. കാരണം നമ്മുടെ വീട്ടിൽ ചോദിക്കുന്നതിനും ആദ്യം ഹസ്ബൻഡിന്റെ. പക്ഷെ ആന്റിയും പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു, ഇത് ഒരെണ്ണം നോക്ക്, ബാക്കി നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം തന്നെ സെലക്ട് ആയി. ശ്രീനേട്ടനാണ് കേട്ടോ എന്തിനും കാരണം. ശ്രീനേട്ടന്റെ റോൾ എങ്ങനെയാ വരുന്നത് ഇതിനകത്ത്? ശ്രീനേട്ടൻ അങ്കിളിന്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ അത് ഓർഗാനിക് പച്ചക്കറി കൃഷിയായിരുന്നു. ഞങ്ങൾക്ക് ചിക്കന്റെ പരിപാടി, അപ്പം വളം അങ്ങനെയൊക്കെ ഒന്നും. പിന്നെ അങ്കിളിന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ശ്രീനേട്ടനോട് ഇത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓഫർ? ശ്രീനേട്ടനോട് നേരത്തെ പറഞ്ഞു. ശ്രീനേട്ടൻ പറഞ്ഞിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്തു. പോയി നോക്കെ എന്നോട് പറഞ്ഞിട്ടായിരുന്നു, നിങ്ങൾ സിനിമാക്കാരെയൊക്കെ കാണാൻ ഭയങ്കര ആരാധനയും ഭയങ്കര ഇതല്ല, അതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ എന്നിട്ടും അന്ന് ചെന്ന് സത്യം പറഞ്ഞ എനിക്ക് പനിയും പിടിച്ചു, പേടിച്ചിട്ട്. അല്ല പിന്നെ
ഞാൻ സ്റ്റേജ് പോലും ഇത്രയും നാളും കണ്ടിട്ടില്ല, കയറിയിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. സ്റ്റേജൊക്കെ ഈ അടുത്ത കാലത്ത് എൻ്റെ റാഹേൽ മകൻ കൊര എന്ന് പറയുന്ന മൂവിയിൽ മെയിൻ റോൾ ആയിരുന്നുകൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ സംസാരിക്കേണ്ടി വന്നതും അങ്ങനെയാണ് ഭയം മാറിപ്പോകുന്നത്. ഒരു ഞങ്ങളുടെ വോയിസ് ഓഫ് സത്യനാഥന്റെ പ്രൊമോഷന് മൈക്ക് വന്നിട്ട് പേടിച്ചോടുന്ന ഒരു വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ടെൻഷനായിരുന്നു മൈക്ക് ഭയങ്കരം. അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ എനിക്ക് നാഗിൽ സത്യൻ സാറിന്റെ മോൻ എന്നെ വിളിച്ചു, ചേച്ചി ഒരു ഫോട്ടോ തരുമോ ശ്രീനി സാർ പറഞ്ഞിട്ടാന്ന്. ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പൊ എന്നെ പറഞ്ഞ അത് സിനിമയുടെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രീനേട്ടനെ വിളിച്ചാൽ പറഞ്ഞു ഞാൻ കൊടുക്കും, ഓഡീഷന് വേണ്ടിയാ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, ചാകാൻ കിടക്കുന്ന അമ്മച്ചിയൊക്കെ ആയിട്ട് വേണം അഭിനയിക്കാൻ, കാരണം നമുക്ക് ശ്വാസം പിടിച്ച. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എന്നെ ഇന്ന ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാ വിളിക്കുന്നത്. ചേച്ചി കോൺഫിഡൻസ് ആയി. ശ്രീ പിന്നെ ധ്യാനുമായിട്ട് എങ്ങനെ അടുത്ത? ധ്യാനോട്ടനെ എനിക്ക് അടുത്തറിയാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ ഇഷ്ടങ്ങൾ. എല്ലാവർക്കും, ഓഡിയൻസിന് പോലും, ഒരു ഇന്റർവ്യൂ കാണുന്നവർക്ക് പോലും ഓമനത്വം ഉണ്ടെങ്കിൽ അടുത്ത് കിട്ടുന്നവർക്ക് എത്രത്തോളമായിരിക്കും. ആ സത്യവാ. ഒന്നടുത്തറിഞ്ഞാൽ ആരും ഇട്ടിട്ട് പോയില്ല. അത്ര ഒരു നല്ല വർത്താനവാ. ഉള്ളതുപോലെ തുറന്നു പറയും. അവനൊരു മടിയുമില്ല ഒന്നും പറയാൻ. അവന്റെ ലൈഫിൽ എന്നതാണോ അത് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആണ്. പിന്നെ എല്ലാവരും നല്ല കെയറിങ് ആണ്. എൻ്റെ ബ്രദർ മരിച്ചു പോയേ 2 വർഷം ആവുന്നുള്ളൂ. ഈ 22-ാം തീയതി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരുന്നപ്പോ എന്നോട് ചേച്ചി എന്തിനാ സങ്കടം, ഒരാളല്ലേ ഉള്ളൂ, ഒരാളോട് ഇല്ലേ എന്ന ആ ഒരു ടൈമിൽ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതില്ലേ, സ്ഥാനം ഏറ്റെടുത്തു. അത് നേരത്തെ എന്നാലും കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിച്ചു തന്നു. ചേച്ചി ഫിലിമിൽ ചെയ്യുമ്പോൾ ചേട്ടന്റെ അഭിപ്രായങ്ങൾ എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിജോ ചാച്ചൻ സപ്പോർട്ട് ചെയ്തതിൽ ഒരിക്കലും ഞാൻ സിനിമയിലെത്തൂല. എന്നെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ ഫസ്റ്റ് തന്നെ എൻ്റെ ഹസ്ബൻഡാണ്, പിന്നെ എൻ്റെ അമ്മ, പിന്നെ എൻ്റെ 2 മക്കള്, പിന്നെ കുഞ്ഞാൻറ്റി എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് എന്നോട് പൊയ്ക്കോ എന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്നൊരു ഒരു എന്നാ സിഗ്നൽ തന്നതുകൊണ്ടാണ് ആ ധൈര്യം എനിക്കുണ്ടായത്. പിന്നെ ശ്രീനേട്ടൻ, ഷാൻറ്റി, അങ്ങനെ കുറച്ച്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ബീന എന്ന് പറയുന്ന പുള്ളിക്കാരി, എന്നാ നമ്മുടെ വെറുതെയുള്ള ഭാര്യ തുടങ്ങിയപ്പോൾ തൊട്ട് പറയായിരുന്നു എടീ നീ പോടി നിനക്ക് പറ്റുമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പള്ളിയുടെ പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾക്കൊക്കെ ഓരോന്നിനും അതിലൊക്കെ ചേച്ചി പങ്കെടുക്കുമായിരുന്നു. പള്ളിയുടെ പ്രോഗ്രാം ഡാൻസിനൊക്കെ പരിപാടികൾക്ക് പങ്കെടുക്കുമായിരുന്നു. ചേച്ചി ഇപ്പൊ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ 18-19 വയസ്സിൽ നിൽക്കുക. അന്നൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ കുറെ എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, ലോസ് ഉണ്ട്. നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മളെ വളർത്തുന്ന രീതി, ഇന്നടത്ത് പോരുത്, മറ്റടുത്ത് ചെയ്യരുത്, അത് ചെയ്യരുത്, എന്നാ വിടേണ്ടടത്തൊക്കെ വിടുകയും നമുക്ക് കാണേണ്ട കാഴ്ചകൾ അപ്പനും അമ്മയുടെയും കൂടെ പോയി നിന്ന് ഒക്കെ ചെയ്യും. നമ്മള് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടായ അല്ലേ? അതിനകത്ത് ചോദ്യമില്ല എന്തിനാന്ന്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റും തന്നെ പേടി. ഇപ്പൊ ഞാൻ തന്നെ പറയാം, എന്റെ പിള്ളേര് വെളിയിൽ പോയിട്ട് വന്നതിന് ഉടനെ ഞാൻ കോൺഷ്യസ് ആവും. എടാ നിന്റെ കയ്യിലെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കോൺഷ്യസ് ആവും. ആസ് എ പാരന്റ് നമ്മുടെ പാരന്റിങ് എങ്ങനെ ആയിരിക്കണം? ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ വട്ടുപോലെ മുഴുവനും സർവത്ര നാഴിക പിള്ളേര് വട്ട് കളിക്കണം. കാരണം നമ്മൾ പൂർണ്ണരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഹൈഡ് ചെയ്യപ്പെടും. നമ്മള് പൊട്ടി കളിക്കുന്നതാണ് എന്റെ ഇതിൽ ഏറ്റവും നല്ലത്. എന്റെ ചേച്ചി ഇത് എന്റെ ചെവി മാത്രം പറഞ്ഞാൽ മതി, ഇപ്പൊ അമ്മ ഈ കളിയാ കളിക്കുന്നതെന്ന് മനസ്സിലാവും. അല്ല ഞാനെപ്പോഴും അത് കഴിഞ്ഞ് ലാസ്റ്റ് പറയും ഞാൻ പൊട്ടിയാന്ന് അഭിനയിക്കുന്നതാന്ന് പറയും. കാരണം നമ്മളെപ്പോഴും എല്ലാം അറിയാവുന്നവരെ പോലെ ഇരുന്നാൽ നമ്മളോട് അവര് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് പറയുന്നതിന് പല ലിമിറ്റേഷൻസ്. പക്ഷെ നമ്മളായിട്ട് കുറച്ച് ഒന്നും അറിയാത്ത പോലെ, ഞാനൊരു കടയിൽ ചെന്നാൽ പോലും അറിയാമെങ്കിൽ പോലും അതിന്റെ എന്തെങ്കിലും ഓപ്ഷൻ ഇത് വേറെ വന്ന് ഇതെന്താ അതെന്താ എന്ന് ഞാൻ ചോദിച്ചറിഞ്ഞു. എന്നോട് അമ്മയെ അങ്ങനെയൊന്നും ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്താ എനിക്കറിയാൻ. കാരണം ഞാനും ചോദിക്കും. പിള്ളേർക്ക് നാണക്കേട്. ഞാൻ ചെന്നിട്ട് 10 രൂപയ്ക്ക് വരെ ഡിസ്കൗണ്ട് ചോദിക്കും. അപ്പം എന്നോട് പറയാം അമ്മ ഒരു സിനിമ. ഞാൻ പറഞ്ഞു ചുമ്മാതൊന്നും പൈസ കിട്ടൂല, നിന്റെ അപ്പനെ കോഴിക്കച്ചോ ഞങ്ങളുടെ ഇറച്ചിക്കോട്ടെ പരിപാടിയാ. അപ്പൊ എത്ര ഇതെണ്ണം വിറ്റാലെന്നറിയാം ഒരു 100 രൂപ സെറ്റ് ആകുന്നത്. അപ്പൊ അത് നമുക്ക് വലിയ പൈസയുടെ വില നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അല്ല സാധനവും മാനോ നോക്കിക്കൊണ്ടിരുന്ന ആരോട് ഡിസ്കൗണ്ട് ഞാനും ചോദിക്കും. ഈ പറഞ്ഞ പോലെ ഒരു സാരി എടുക്കാൻ പോലും ചുരിദാറൊക്കെ നോക്കാൻ പോലും നമ്മൾ ഞാൻ ആദ്യം വില നോക്കും. കറക്റ്റ്. ഇത് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് അസുഖം. എന്നിട്ട് ഇച്ചിരി കുറഞ്ഞോണ്ടോ നോക്കി അവരെ കൊണ്ട് അവിടെ മൊത്തം ഇറക്കിക്കും. ഞാൻ അത്രയും പോയില്ല, ഞാൻ പറയാം ജസ്റ്റ് പക്ഷെ ഇതിനകത്ത് എവിടെയോ വില കുറഞ്ഞ ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ ചേച്ചി ഈ പിള്ളേരോട് മാത്രം നമ്മൾ കുറച്ചൊന്ന് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ അങ്ങ് കൂടുതലേ ലഹരി എന്നും പറഞ്ഞേച്ച്. അപ്പൊ ഇതിനോട് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ചെന്ന് അവർ കേൾക്കൂല. അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. അവരുടെ പ്രശ്നം എന്നാന്ന് മനസ്സിലാക്കണം. അവരോട് നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം, നല്ല സുഹൃത്തുക്കളായിരിക്കണം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് സുഹൃത്ത് മാത്രം. അവർ അച്ഛനാവേണ്ട അടുത്ത് അച്ഛൻ, അനീത്തി ആവേണ്ട അടുത്ത് അനീത്തി, അമ്മയാവേണ്ട അടുത്ത് അമ്മ,
മകളും ആകണ്ട, മക്കളുടെ അടുത്ത് നമ്മൾ അവരുടെ അമ്മയും മകനും മകളും ആകേണ്ട അവസ്ഥകൾ വരാണ്ട്. അപ്പൊ അങ്ങനെ ആവണം. എല്ലാ റോളും ഒരു സ്ത്രീ മാത്രമല്ല, അച്ഛനായിട്ട് അമ്മയായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും എന്റെ കാഴ്ചപ്പാടാണ്. എല്ലാ റോളും ഇപ്പൊ ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു പെങ്ങളാണ്, ഞാനൊരു മരുമോളാണ്, ഞാനൊരു മോളാണ്, അങ്ങനെ എല്ലാ റോളും ഉണ്ട്. അതെല്ലാം നമ്മൾ ലൈഫിൽ എല്ലാവരിലും അങ്ങനെ ഇങ്ങനെ ഞാനൊരു സുഹൃത്താണ്. ഇപ്പൊ എല്ലാ റോളും ഒരു കോമാളി ഒരു സിനിമയെക്കാട്ടിൽ അഭിനയിക്കേണ്ട ജീവിതത്തിലാണ്. സിനിമയിൽ സീൻ മാത്രം അഭിനയിച്ചാൽ മതി, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അഭിനയിക്കാം. ഓക്കെ ചേച്ചി, അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഓൺട്രപ്രണർ ആണ് ചേച്ചി. ഇങ്ങനെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ചേട്ടൻ നടത്തുന്നുണ്ട്. അങ്ങനത്തെ ആകുമ്പോ ചേച്ചി അതിലേക്കൊരു ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ളത് നോക്കിയില്ലേ? വലിയൊരു എന്താ പറയാ ബിസിനസ്സിലെ മേഖല. അത് വർഷങ്ങളായിട്ട് അച്ഛനും മോൻ അവര് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്തിനാ വെറുതെ അതിനകത്ത് പോയി ഫാമിലി ഒന്നിച്ച് വരുമ്പോ അത് വേണ്ട ചേച്ചി. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല ചേച്ചി, എന്നാലും ഓൾമോസ്റ്റ് നോക്കുമ്പോ ചേച്ചി ഏകദേശം ചേച്ചി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അമ്മ വേഷം എനിക്കൊന്ന് ധ്യാന്റെ കൂടെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തത്. അപ്പൊ ഈ ചേച്ചി ചെയ്യുന്നതിൽ ഇപ്പൊ ചെയ്ത ക്യാരക്ടറിൽ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് ഓക്കെ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമാണ് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിലുണ്ടോ? ഈവൻ ലളിത ചേച്ചി ചെയ്ത പോലത്തെ ഒത്തിരി ക്യാരക്ടേഴ്സ് അല്ല. ഞാൻ എപ്പോഴും പറയും, എല്ലാരും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ വീട്ടില് ഒരു വ്യക്തിയിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ മാത്രമേ എന്റെ ലൈഫിൽ ഇപ്പൊ സിനിമയിൽ ഞാൻ ചെയ്യാൻ പറ്റും. ഞാൻ അല്ലാണ്ട് ഒരു ക്യാരക്ടറിലേക്ക് അങ്ങനെ കേറിട്ടില്ല. ഭ്രമം സിനിമയില് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. ബാക്കി അങ്ങനെ കുറച്ച് ചുരുക്കം. ബാക്കിയുള്ള അമ്മ എന്ന് പറയുമ്പോ അമ്മ അത് എന്നിൽ എവിടെയൊക്കെ ഉള്ള ഞാൻ തന്നെയാണ് മിക്ക സിനിമകളിലും വന്നേക്കുന്നത് ചെയ്യുന്നത് തന്നെ. ചേച്ചി അപ്പം ഈ ഭ്രമം എന്ന് പറയുന്ന ഫിലിമിലേക്ക് ചേച്ചി ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാനറിസംസും ഒക്കെ ചേച്ചി പ്രത്യേകം നോക്കാറുണ്ടോ? അതൊന്നും മതിയില്ല മോളെ, പേടിച്ചിട്ട് നോക്കാനുള്ള നേരമൊന്നുമില്ല. അത് സമയത്ത് എന്തൊക്കെയോ വന്നു പോന്ന. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, അനുഗ്രഹം അല്ലേ? മുമ്പേ പറഞ്ഞില്ലേ കുക്കിങ്ങിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് എന്തൊക്കെയും ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മാതാവ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രകൃതി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും. അപ്പൊ അതിനുവേണ്ടി അങ്ങായി പോകുന്നതായിരിക്കും, എനിക്കറിയില്ല. ഞാൻ തന്നെ അനുഗ്രഹം. ഞാൻ ഇപ്പോഴും ഞാൻ എങ്ങനെ സിനിമയിലെത്തി, ഞാൻ ഇങ്ങനെ എത്തുമോ? കാരണം ഞാനൊക്കെ നിങ്ങളൊക്കെ ഇപ്പൊ മമ്മൂക്കായോട് മിണ്ടാൻ പറ്റുന്നത് ഇവരോടൊക്കെ ഇപ്പൊ എന്തിനാ നമ്മള് ബാലേന്ദ്രമേനോൻ സാറിന്റെ പടങ്ങൾ അതിനൊക്കെ ഞാൻ അതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെയോ നല്ല ഇതുണ്ട് നമുക്ക് കാണാം. അപ്പം അതൊക്കെ ആളിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എല്ലാ കാര്യവും ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഒരു നാട്ടിൻപുറത്ത് ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം എന്ന് പറയുന്ന നാട്ടില്ല, ചങ്ങനാശ്ശേരിക്കാരിയാണ് ഞാൻ ജനിച്ചതും എല്ലാം ജനിച്ചത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം കോട്ടയം ജില്ലക്കാരി. എൻ്റെ വീട് പായിപ്പാട്. തൊട്ടവിടുന്ന് 15 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് കാറിൽ സ്പീഡിലാണ് എത്താൻ പറ്റുന്നിടത്താണ്. കൊട്ടമുറിലാണ് എന്നെ കെട്ടിച്ച് താമസിക്കുന്നത്. അതിൻ്റെ ഇങ്ങനെ ആ ലോകം അടുത്തടുത്താ. കാരണം ഓടിയെത്താൻ വെളിപ്പുറത്ത് അപ്പൻ അറിഞ്ഞോണ്ടായിരിക്കും കെട്ടിച്ചത്. മോളെ ഒന്ന് കാണണമെന്ന് വെച്ചാലോ അല്ലെ മോളെ ഒന്ന് വിളിച്ചാലോ. വെളിപ്പുറത്ത് എപ്പോഴും എല്ലാവരും ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. കൂട്ടുകൂടുമ്പോ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ കോട്ടയത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലേ, എല്ലാവരുടെ കൂടി ആഹാരം കഴിക്കുന്നു, ഉണ്ടാക്കുന്നു, വർത്താനം. ചേച്ചി ശരിക്കൊരു ചേച്ചിയുടെ വർത്താനത്തിൽ എനിക്ക് ഒത്തിരി എന്താ പറയാ, ഒരു അമ്മ ഭയങ്കരമായിട്ട് പിള്ളേരെ എങ്ങനെയാ വളർത്തണ്ടേ എങ്ങനെയാ എന്നൊക്കെ ചേച്ചി നല്ലോണം ബ്രീഫ് ചെയ്യുന്നുണ്ട്. ചേച്ചി ഒരു 1 ലൈൻ പറഞ്ഞേ. എങ്ങനെ പിള്ളേരുടെ ഒരു പാരന്റിങ്? ഒരു നാണയത്തിന് 2 വശമുണ്ട്. നമുക്ക് ലൈഫിൽ നിന്ന് നല്ലതും പഠിക്കാം, ചീത്തയും പഠിക്കാം. നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താണ് പഠിക്കണമെന്നുള്ളത്. ഫസ്റ്റ് അതാണ്. പിന്നെ നല്ല സുഹൃത്താവണം. അവരെ കേൾക്കാൻ മുമ്പ് പറഞ്ഞാൽ അവരെ കേൾക്കാൻ തയ്യാറാവണം. അവരുടെ ഇഷ്ടങ്ങൾക്കെല്ലാം നോ പറയരുത്, എന്നാൽ യേശു പറയരുത്. ഇതിന്റെ ഇടയിൽ ആവശ്യം. ഞാൻ ആ പിള്ളേരുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ കണ്ടാൽ അവർ വാശി പിടിക്കും, അമ്മ എനിക്കത് വേണം. ഞാൻ പറഞ്ഞു വാശി പിടിച്ചില്ലേ, അതുകൊണ്ട് അതില്ല. വാശി പിടിക്കാതെ പറയാം. ഇവർക്ക് ഈ ട്രിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറയാൻ തുടങ്ങി, അമ്മ ഞങ്ങൾ വാശി പിടിച്ചില്ലല്ലോ, തരാവോ? അപ്പൊ ഞാൻ പറയും, നീയൊക്കെ കിട്ടാൻ വേണ്ടി വാശി പിടിക്കായിരുന്നല്ലേ, അല്ലാതെ ജെനുവിനായിട്ടുള്ള വാശി ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അപ്പൊ അത് ഞങ്ങൾ തരും. എന്റെ മോന് ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഞാൻ ബൈക്ക് പോലും മേടിച്ചു കൊടുത്തത്. അതുവരെ ഞങ്ങൾ ഉപയോഗിച്ച ഫോണ് ആ ഒരു ഇതിലേക്കാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ മതി സുഹൃത്താകുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് നല്ലൊരു. കാരണം അവർക്ക് നമ്മുടെ വീട്ടിൽ എല്ലാം കിട്ടും. നമ്മുടെ വീട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ, അതായത് സ്നേഹവും സൗഹൃദവും എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടാതെ വരുമ്പോഴാണ് കുട്ടികൾ മറ്റുള്ളിടം തേടി പോകുന്നത്. നമ്മുടെ ഇടയിൽ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഫീൽഡ് ആണെങ്കിൽ പിന്നെ വേറെ അവർക്ക് അവിടെ ഓടിയെത്താൻ, ഇവിടെ വന്നാൽ ഇന്നതാണ് ഇതാണ് എന്ന് തോന്നി എത്രയും പെട്ടെന്ന് അവിടെ വീട്ടിലെത്തണം എന്ന്. അമ്മ എന്ന് പറയുന്നത് മാത്രമായാൽ അവരുടെ മനസ്സിൽ അമ്മ.
അതങ്ങനെ പോകും. പക്ഷേ എൻ്റെ സുഹൃത്താണ്, അച്ഛൻ എൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ അവിടെ വന്നാൽ നമ്മുടെ എല്ലാവരുടെ തീന്മേശയിലിരിക്കുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടെന്ന് ഫീൽ ആയാൽ എൻ്റെ തോന്നലാണ്, എനിക്കറിയില്ല. കാരണം ഞാൻ പറയും കഴിക്കാനിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പിള്ളേരും വീട്ടിലുണ്ട്, എല്ലാവരുടെയും ഫുഡ് കഴിക്കും. അല്ലാതെ ഇഷ്ടത്തിന് ആ സമയത്ത് വന്ന് വിളമ്പാൻ ഞാൻ അങ്ങനെ അത് പിള്ളേരും ചെയ്യണം. എല്ലാവരുടെ ഇതുവരെ അങ്ങനെ നമുക്ക് അടുക്കള ഇറങ്ങാൻ നേരം കിട്ടുമല്ല. അല്ല, സാധാരണ നമ്മൾ കാണത്തില്ലേ അമ്മമാര് അവരെ എല്ലാം കഴിപ്പിക്കാൻ. ഞാനുള്ള മിക്ക സിനിമയിലും കാണാം എന്നെ നിർത്തി വിളമ്പിക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാലം മാറി, എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കണം. എന്റെ മക്കളോട് ഞാൻ എല്ലാവരും ഒന്നിച്ച് ടേബിൾ ഇതുപോലെ കൊണ്ടുവെക്കും, ആവശ്യമുള്ളവർ അവനവന്റെ അടുത്ത് കഴിച്ചോണം. അത്രേ ഉള്ളൂ. ചേച്ചി ഇപ്പത്തെ പ്രസന്റ് ചേച്ചിയുടെ ഫിലിം ഏതൊക്കെയാ ചേച്ചി ചെയ്യുന്നത്? എന്റെ ഇപ്പോഴത്തെ ബേബി ഗേള്, അതില് ഒരു ചേച്ചി മൊത്തം ബിസിയാ, വീട്ടിൽ കയറാൻ സമയമില്ല ഇപ്പൊ. ഞാനിപ്പോ വീട്ടില് ഇന്നലെ അതിന്റെ ഇടയില് മോനൊരു നേർച്ച ഉണ്ടായിരുന്നു. നേരത്തെ 18ാമത്തെ വയസ്സിൽ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. ഇന്നലെയാണ് ഹസ്ബൻഡിന്റെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി മല കയറി മലയാറ്റൂർ പൊന്നുന്നൂല് നേർന്നിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കൊടുക്കുമ്പോ നൂല് നേർന്നോണ്ടാ ഞാൻ അങ്ങോട്ട് വളരുന്നില്ല. അപ്പൊ ചേച്ചി ഒരു ഫിലിം ആക്ട്രസ് ആയ പിന്നെ പിള്ളേരുടെ റിയാക്ഷൻ എങ്ങനെയാ? ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടോ? ഒരു റിയാക്ഷനും ഇല്ല. അല്ല, എന്നാലും അവർക്ക് ഇല്ല, എനിക്ക് തന്നെ തോന്നിയിട്ടില്ല ഞാൻ എന്തോ ആണെന്ന്. എല്ലാവർക്കും ദൈവം നിയോഗിച്ച ഓരോ ജോലി പോലെ എനിക്കും ദൈവം തന്ന ഒരു വരുമാന മാർഗം, പിന്നെ എന്തോ എന്റെ ഉള്ളിലുള്ള ഒരു കല ഉണ്ടായിരിക്കുക. കല എന്ന് പറയുന്നത് ഒരു ഇതാണ്, അത് എവിടെ പൂഴ്ത്തി വെച്ചാലും പുറത്തു വരും എന്നൊരിതുണ്ട്. ഇത് നിമിഷം വരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ എന്തോ ആയി, ചിലപ്പോൾ ഇനി ആവണമെന്നുള്ള എൻ്റെ സ്വപ്നങ്ങളായിരിക്കാം, ഇതുവരെ ഞാനൊന്നും ആയിട്ടില്ലെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലും ആയി എന്ന് ചിന്തിച്ചാൽ അത് സ്റ്റോപ്പാണ്, അല്ലെ? ഒരു സ്റ്റെപ്പ് കയറി ഏറ്റവും ഫിനിഷിങ് നമ്മളവിടെ എത്തിയെന്ന് ചിന്തിച്ചാൽ അത് അവിടെ എത്തിയത് അവിടെ നിന്നു. ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ സിനിമാ നടിയാണെന്നോ അല്ലെ ഞാൻ അങ്ങനെ ഒരു വലിയ സംഭവമാണെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ചേച്ചി പബ്ലിക്കിന്റെ ഇടയിലുണ്ടാവുമ്പോ ഞാൻ അവിടെ കൂടെ എല്ലാം ഇന്നലെ റിയാക്ഷൻസ് എങ്ങനെയാ ആൾക്കാരുടെ? അപ്പൊ ഒരു കൊച്ചു ഞങ്ങളെ കണ്ടു ഓടി കാറിന്റെ ഡോറ് ഇങ്ങനെ തുറന്നിട്ട് തന്നെ ഇത് ഞാൻ അവിടെ നിർത്താൻ പറഞ്ഞ് നിന്ന് ഞങ്ങൾ കുറെ നേരം വർത്താനം പറഞ്ഞു, ഫോട്ടോയും എടുത്ത്. ഞാൻ ഒരു സിനിമാ നടി അല്ലെങ്കിൽ നാളെ ഞാനും ഇതുപോലെ നിങ്ങളെയൊക്കെ കണ്ട ഇതേ ഇതായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ദൈവം അപ്പൊ ഞാൻ എടുക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയല്ല, ഇങ്ങനെയല്ല. അപ്പൊ ചില ഹോട്ടലുകളിൽ കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ടേബിൾ വൃത്തിയാക്കും. അപ്പം മോൻ പറയും, അമ്മ ആൾക്കാരെ കുറ്റമായിട്ടല്ല, എന്നോട് പറയാം, പിള്ളേർ പറയാം, അമ്മ അത് വെച്ചാൽ അവര് ആദ്യം ഒക്കെ ഇപ്പൊ പറയില്ല, ഇപ്പൊ അവരും ക്ലീൻ ചെയ്യുവേ. ഞാനപ്പോൾ എല്ലായിടത്തും പിന്നെ ദൈവം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ടേബിളിൽ ഇരുന്ന് കഴിക്കാനൊരവസരം തോന്നും. നേരെ മറിച്ച് ആ വിളമ്പി എടുക്കാൻ വരുന്ന പിള്ളേരില്ലേ, അവരുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നില്ലല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, വേസ്റ്റ് ഒക്കെ ചെയ്ത് ടേബിള്. അപ്പൊ ആദ്യമൊക്കെ പിള്ളേർ പറഞ്ഞു, ഇപ്പൊ അവരും ക്ലീൻ ചെയ്ത് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എപ്പോഴും നമ്മുടെ എച്ചിലെടുക്കാൻ അവരുടെ നിവൃത്തികേടാണ് അവർ നമ്മുടെ എച്ചിലെടുക്കേണ്ടി വരുന്നത്. ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ അവരുടെ നിവൃത്തികേട് നമ്മുടെ ഒരു അഹങ്കാരമായി മാറില്ലല്ലോ. കാരണം ദൈവം ആർക്ക് എന്തൊക്കെ എപ്പോ വെച്ചേക്കുന്നു അറിയത്തില്ല. സത്യമാ ആ പറഞ്ഞ വളരെ സത്യം. ഞാനും ഇത് തന്നെയാ കുട്ടികളെ പഠിപ്പിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ മതിമറന്ന് ഒരിക്കലും ആരും അടുത്തും പെരുമാറാൻ പാടില്ല. അപ്പൊ അതൊക്കെ എനിക്ക്, കാരണം അങ്ങനെ ദൈവം അതിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതുപോലെ പിള്ളേർക്കൊരു എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞാൽ, പിള്ളേരെന്നല്ല എൻ്റെ ഫാമിലിയിൽ, അപ്പൊ ഞാൻ പറയും നമുക്ക് ഇത്രയില്ല, നമ്മൾ എന്തിനാണ് നമുക്ക് മേളിലുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്? നമുക്ക് താഴെ ഒന്നും ഇല്ലാത്തവരുണ്ടല്ലോ, അവരെ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയോ എന്തു ഭാഗ്യം തന്നേക്കുന്നു. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കുന്നോളം ഉണ്ട്. പക്ഷെ ഇതൊക്കെ വെച്ച് ഞാനത് ബാലൻസ് ചെയ്ത് പോവാണ് എന്റെ സമാധാനം. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, അത് നമ്മൾ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു തൃപ്തിയില്ലേ, നമ്മുടെ മനസ്സിനൊരു നിറവില്ലേ? ആ നിറവ് നമുക്ക് ഒരുപാട് കാശിന്റെ പുറത്തിരുന്നാൽ ചിലപ്പോ കിട്ടുകയില്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഭക്ഷണം തരട്ടെ, പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ സംസാരിച്ചോ? ചേച്ചി കുഴപ്പമുണ്ടോ? പക്ഷെ എന്റെ നാട്ടുകാർക്ക് കുഴപ്പമുണ്ടോ? അതല്ലേ പ്രശ്നം. നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞാൻ പറഞ്ഞു അനുസരിച്ചോ. അവരനുസരിക്കല്ലേ? ചേച്ചിയാ പറഞ്ഞ, വേറെ ആരും അല്ലല്ലോ. ചേച്ചി ഇതെന്താ ഐറ്റം എന്ന് പറ. ചേച്ചി കഴിച്ചു നോക്കൂ, എന്നെ തല്ലരുത്. ചേച്ചി ആവോ അമ്മയാവോ? ഒരു പീസ് മതി, ഞാൻ കഴിച്ചിട്ട്. ഗ്രേവി വെക്കാം. ഗ്രേവി അത് പീസാണല്ലോ. ചേച്ചി ബൺ കൂടെ കഴിക്കുന്ന ഇത് ഞങ്ങളുടെ ഫാമിലി എംബ്ലം ആണ്. ഏത് മല്ലിയില്? അല്ല, ചിക്കൻ. ശരിയാ ഓക്കെ. സോറി ഞാൻ കേട്ടു, ഞാൻ വിചാരിച്ചു ചേച്ചി മല്ലിയില എടുത്തത്. എന്ന് വെച്ചത് എന്റെ മല്ലിയില അല്ല, അതെ ഗ്രേവി എടുത്തതാ.
ചേച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്നാ? എനിക്ക് അങ്ങനെ ഒന്നുമല്ല, തിരിച്ചു കടിക്കാത്ത എല്ലാം കഴിക്കും, കുക്കിംഗ് ചെയ്യും. കുക്ക് ചെയ്യും. എന്നാ പിന്നെ ഇത് നേരത്തെ പറയായിരുന്നില്ല, എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നു. അത് പോട്ടെ, ചേച്ചി ഇത് ഇങ്ങനെ നക്കി ഇരിക്കാതെ കാര്യം പറ. എനിക്ക് കഴിക്കാൻ അവസരം തരണ്ടേ? ചേച്ചി കോട്ടയംകാരികൾ ഇങ്ങനെ പറയരുത്. എന്നെ ഞാനും അതുകൊണ്ട് അതില് ശ്രദ്ധിച്ചു. ഇതിലും അതല്ല, ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു വർത്തമാനത്തിന്. അപ്പൊ അതുകൊണ്ട് ചേച്ചി അല്ലെങ്കിലും വർത്താനം പറയാൻ ചേച്ചിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വർത്താനം പറയുന്നവരോട് എന്നെ പാടാന്നറിയോ? ഇതിന്റെ പേരെന്താ? തവാ ചിക്കൻ. തവാ ചിക്കൻ നമ്മുടെ നാട്ടിലല്ല, കുറച്ച് നോർത്ത്, ഒരു മഹാരാഷ്ട്രീയൻ ഡിഷാണ്. ക്യാമറയുടെ മുന്നിൽ ഫോർമാലിറ്റി കഴിക്കുന്ന വലിയ അലമ്പ് കഴിപ്പ് എന്റെ. അത് ചേച്ചി നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് നമുക്ക് അലമ്പ് കഴിപ്പ് കഴിക്കാം. നല്ലതല്ലേ? നല്ല സാധനം, ഇഷ്ടായില്ലേ? ഉറപ്പായിട്ടും നല്ല ടേസ്റ്റ്. തവാ ചിക്കൻ നമ്മുടെ വീട്ടിലെ എല്ലാ അമ്മമാർക്കും ഉണ്ടാക്കാൻ ഒക്കുമല്ലോ. എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞോ? ബെസ്റ്റ്. അത് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ചേച്ചിക്ക് പിന്നെ പറഞ്ഞു. എന്തായാലും ചേച്ചി ഐ എം സോ ഹാപ്പി. ചേച്ചി ഇത്രയും ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ ചേച്ചി വന്നാൽ ഐ എം സോ ഹാപ്പി. പക്ഷെ എന്നാലും ചേച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. എനിക്ക് ഒത്തിരി വർത്താനം പറയാനുണ്ട്. എന്റെ വർത്താനം കൊണ്ട് ചേച്ചിക്ക് വർത്താനം പറയാൻ പറ്റിയില്ല. അതാണ് സത്യം. ഇല്ലേ? പിന്നെ ചേച്ചിക്ക് ദൈവം തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീട്ടിലൊരാളോട് ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കാം ചേച്ചി. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, വീട്ടുകാര്യം ഓക്കെ, അദ്ദേഹത്തിന് പ്രൊഫഷണലി ഞാൻ അങ്ങനെ ഇടപെടാറില്ല. പക്ഷെ എന്നാലും ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞേക്കാം. താങ്ക് യു. കോട്ടയംകാരികൾ ചേർന്ന വർത്താനം തീരെയല്ല, പ്രത്യേകിച്ച് എനിക്ക്. ഇനിയിപ്പോ കോട്ടയം ആയാലും ശരി, വർത്താനം പറയാൻ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആനീസ് കിച്ചണിനകത്ത് നമ്മൾ എപ്പോഴും വാചകവും പാചകവും എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ സ്നേഹം നിറഞ്ഞ എന്റെ ഭക്ഷണവും പുതിയ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ.